ഹലോ നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? ഞങ്ങൾ അവാർഡ് ഫംഗ്ഷന് പോയ വീഡിയോ എന്താ ഇടാത്തതെന്ന് ചോദിച്ചിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സൗണ്ട് ഓക്കെ ആവാത്തത് കാരണമായിരുന്നു വീഡിയോ ഇടാണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ റെഡിയായി. കാരണം 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സാറിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ബ്ലോക്കൊക്കെ ആയിരിക്കും, നല്ല മഴയുള്ള ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായി ഇറങ്ങി. മമ്മി ഉണ്ടായിരുന്നു. അന്ന് ആൽഫിക്കുട്ടൻ നേരത്തെ റെഡിയായി കേട്ടോ. ഈ ഏതൻകുട്ടൻ അന്ന് ഇച്ചിരി ബഹളമായിട്ട് റെഡിയാവാനൊക്കെ ലേറ്റ് ആയത്. എന്നാലും ഞങ്ങൾ കറക്റ്റ് ടൈമിന് എത്തി. ഞങ്ങൾ എത്തിക്കഴിഞ്ഞിട്ട് തന്നെയായിരുന്നു എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. അത് കാരണം ഭയങ്കര സന്തോഷമായിരുന്നു. ആൽഫിക്കുട്ടൻ്റെ പുതിയ വീൽ ചെയർ എടുത്തില്ല. കാരണം അത് മഴയൊക്കെ ആയത് കാരണം നനയും എങ്ങാനും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് അത് എടുത്തില്ല. എന്നിട്ട് പിന്നെ പാലിയേറ്റീവുകാർ ഞങ്ങൾക്ക് ആ പഴയതിന് പകരം വേറൊരു വീൽ ചെയർ തന്നായിരുന്നു, ആ പഴയത് കൊടുത്തിട്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ കൊണ്ടുപോയത്. അപ്പോൾ അത് നല്ല സ്മൂത്തായിട്ടുള്ള സാധനമായിരുന്നു. പക്ഷെ അതൊരു പണി കിട്ടി, അത് ഞാൻ പിന്നെ പറയാം. ഓക്കെ, എന്തായാലും ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻ്റെ വകയായിരുന്നു അവാർഡ്. CPOK 2026 അവാർഡ് സെറിമണി ആയിരുന്നു. അപ്പോൾ ആൽഫിക്കുട്ടന് താരബാല്യ പുരസ്കാരം എന്നുള്ളൊരു അവാർഡായിരുന്നു കിട്ടിയത്. ആൽഫി ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ മമ്മിയെ പിടിച്ചു നിർത്തി ഞാനൊരു ഫോട്ടോയ്ക്കൊക്കെ പിടിച്ചു നിർത്തി പോസ് ചെയ്യിപ്പിച്ചൊരു ഫോട്ടോയൊക്കെ എടുത്തത് ആൽഫിക്കുട്ടൻ്റെ കൂടെ. മമ്മി ആൽഫിക്കുട്ടനെ ഇങ്ങനെ ഫുൾ വീൽ ചെയറിൽ കാണുന്നത് ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സങ്കടം ആളുടെ മുഖത്ത് കാര്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ആൽഫിക്കുട്ടൻ്റെ ടീച്ചറാണ് ദേ നിൽക്കുന്ന മഞ്ജു ആൻറ്റിയും ഹസ്ബൻഡും ജോസ്മോനും ഉണ്ടായിരുന്നു. ജോസൂട്ടനും ഉണ്ടായിരുന്നു അവാർഡ്. ജോസൂട്ടൻ ഒത്തിരി മാരത്തോണൊക്കെ ഓടുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതിലാണ് ജോസൂട്ടിന് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ടായിരുന്നു ഗസ്റ്റിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് ഇരുത്തിയതൊക്കെ. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ ഡാനിസാറാണ് ഇതിൻ്റെ മെയിൻ ആൾ. എന്താ പറയുക, എല്ലാ കാര്യങ്ങളുടെയും ചെയർമാനാണ് ഇതിൻ്റെ CPOKയുടെ. പിന്നെ അതുപോലെ ഗസ്റ്റായിട്ടുണ്ടായിരുന്ന രാധാമണി അമ്മ എന്നും പറഞ്ഞിട്ട്, പിന്നെ രേഷ്മ, പിന്നെ ഒരു അനിൽ ജോസ് എന്ന് പറഞ്ഞൊരു സാറ്, പിന്നെ ഹരിപ്രശാന്ത് എന്ന് പറഞ്ഞ സിനിമ ആർട്ടിസ്റ്റാണ്. അതുപോലെ തന്നെ ഷാജി കുമാർ, പ്രശാന്ത് കാഞ്ഞിരമറ്റം, ശരത്ത് തെന്മൂല, ഇവരൊക്കെ ഫിലിം ആർട്ടിസ്റ്റുകളായിരുന്നു. ഇവരെല്ലാവരും അന്ന് ഗസ്റ്റായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആൽഫിക്ക് ഇഷ്ടമുള്ള ഒരാളുണ്ടായിരുന്നു, ഒരു ലക്ഷ്മി കീർത്തന എന്ന് പറഞ്ഞിട്ട് സീരിയൽ നടിയാണ്. ആൽഫി ഇടയ്ക്ക് അതിരുന്ന് കാണുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഊർമിള ഉണ്ണി, പിന്നെ ഗിരീഷ് എന്ന് പറഞ്ഞൊരു ഫിലിം ആർട്ടിസ്റ്റ്. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി എല്ലാവരെയും കാണാനൊക്കെ പറ്റിയതിലൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ കുറേ റീൽസ് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ട്, അവരുണ്ടായിരുന്നു. അവരുടെ റീൽസ് ഇടയ്ക്ക് ഇതുപോലെ ആൽഫിക്കുട്ടനും കാണാറുണ്ട്, ഞങ്ങളും കാണാറുണ്ട്. അപ്പോൾ ഒരു പ്രയർ സോങ്ങോട് കൂടിയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ആൽഫിക്കുട്ടൻ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ആൽഫിക്കുട്ടൻ ഭയങ്കര സന്തോഷമായി. മഞ്ജു ആൻറ്റീനെ കണ്ടപ്പോൾ പ്രത്യേക സന്തോഷമായി. കുറേ ദിവസം കൂടി ഇപ്പോൾ മഞ്ജു ആൻറ്റീനെ കണ്ടത് അവൻ. കാരണം ഇടയ്ക്കൊക്കെ ട്യൂഷന് ചേച്ചിയുടെ അടുത്താണ് കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ കാലൊട്ടും വയ്യാണ്ടായതോടെ മഞ്ജു ആൻറ്റീൻ്റെ അടുത്ത് പോകാറില്ല. കാരണം അവിടെ റോഡിൽ ഇറങ്ങി കുറച്ച് ദൂരം നടന്നു വേണം ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് പോകാറില്ലായിരുന്നു. മറ്റേ എല്ലാ സാറ്റർഡേ സൺഡേ ഒക്കെ ചേച്ചിയുടെ അടുത്ത് ആണ് സ്പെൻഡ് ചെയ്യാറ് കൂടുതൽ ആൽഫിക്കുട്ടൻ. ചേച്ചി സ്പെഷ്യൽ സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് ആൽഫിക്കുട്ടൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം, നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. നല്ല മഴയായത് കാരണം എല്ലാവർക്കും വരാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, കുട്ടികൾ, സഹപ്രവർത്തകർ, തുടർന്ന് ഓരോ വ്യക്തികളെയും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഈ കുട്ടികളെ ചൈൽഡ് പ്രൊട്ടക്ട് ഓർഗനൈസേഷൻ കേരള CPOK ആദരിക്കുന്ന മെയിൻ പ്രോഗ്രാമാണ്. നമ്മൾ ഇത് തുടങ്ങിയിട്ട് ഇത് 2ാം വർഷമാണ്. കഴിഞ്ഞ വർഷവും നമ്മുടെ നാടിനു വേണ്ടിയും നമ്മുടെ കുട്ടികൾ നേടിയെടുത്ത പല കാര്യങ്ങളും, ഈ ദേശത്തിന് വേണ്ടി നേടിയെടുത്ത പല നേട്ടങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വട്ടം കുറേയധികം കുട്ടികളെ നമ്മൾ ആദരിച്ചിരുന്നു. ആ ഓരോ ആദരവിൻ്റെ ഫലമായിട്ടും 1 നിന്ന് 5ലേക്കും 5 നിന്ന് 10ലേക്കും ഇങ്ങനെ ഓരോ ദിവസങ്ങളനുസരിച്ച് കുട്ടികളുടെ കഴിവ് വർദ്ധിച്ചു വരുമ്പോൾ അവർക്ക് അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് കയറാൻ ഒരു വേദി അത്യാവശ്യമാണ്. ഇപ്പോഴും പല കുട്ടികൾ ഞാൻ എങ്ങനെ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ആരെങ്കിലും എന്നെ അഭിനന്ദിക്കുമോ പ്രോത്സാഹിപ്പിക്കുമോ എന്ന് പറഞ്ഞ് ഒത്തിരി ആഗ്രഹിച്ചിരിക്കുന്ന കുറേയധികം കുട്ടികളുണ്ട്. ഞങ്ങൾക്ക് എങ്ങനെ അടുത്ത ലെവലിൽ എത്താൻ സാധിക്കും? അപ്പോൾ ഞങ്ങൾ ഇങ്ങനൊരു ഓർഗനൈസേഷൻ്റെ ഭാഗമായി നമ്മൾ ആദ്യം ചിന്തിച്ചത് കുട്ടികളെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കയറി പിടിച്ച് കയറ്റാനുള്ളൊരു ഭാഗമായിട്ടാണ് ഈ
ഒരു അവാർഡ് പ്രോഗ്രാം ഞങ്ങൾ സംഘടിപ്പിച്ചത്. എല്ലാവരും ചോദിക്കുന്നത് എന്താണ് ചൈൽഡ് പ്രൊട്ടക്ട് ഓർഗനൈസേഷൻ കേരള? CPO ഇത് തുടങ്ങുന്ന കാലത്ത് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കുട്ടികളുടെ സംരക്ഷണം, അവരുടെ അവകാശങ്ങൾ. ഇപ്പോഴത്തെ കാലത്ത് നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പല പല രീതിയിലുള്ള കേസുകൾ, അബ്യൂസ് കേസുകൾ. തുടർന്ന് നിയമസഹായം എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പോലും അറിയാത്ത പല മാതാപിതാക്കളുമുണ്ട്. പല കുട്ടികൾക്കും ഇന്ന് ഈ അംഗനവാടി മുതൽ ഈ പറയുന്ന ചെറിയ സ്കൂളിൽ രണ്ടിലും ഇപ്പം പ്രസംഗിച്ച സാറാണ് ഡാനി സാറ്. ഡാനി സാർ ഇങ്ങനത്തെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ ഒരു ടീം തന്നെയുണ്ട്. ശരിക്കും അവരുടെയൊക്കെ കാര്യങ്ങൾ പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾക്കൊക്കെ വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനത്തെ കുട്ടികൾക്കാണേലും ഓൾ കേരള അവരുടെ ഇതുണ്ട്. കൊല്ലത്ത്, എറണാകുളത്ത്, ട്രിവാൻഡ്രത്ത്, അങ്ങനെ അവരുടെ ടീം മെമ്പേഴ്സ് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ശരിക്ക് എന്താ പറയുക, ഭയങ്കര സന്തോഷമായി ഇവരൊക്കെ ഇങ്ങനെ മുന്നിലിറങ്ങി പ്രവർത്തിക്കുന്നതൊക്കെ കണ്ടപ്പോഴേ. എത്രയാണേലും ഇതിനൊക്കെ ടൈം കണ്ടെത്തി സ്പെൻഡ് ചെയ്ത് ഓരോ കുട്ടികളുടെ കാര്യം. ഇപ്പോൾ ഡാനി സാറിൻ്റെ പ്രസംഗം കേട്ടില്ലേ, അതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോഴത്തെ തലമുറയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവർ പറയുമ്പോൾ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഹരിപ്രശാന്ത് സാറ് പുള്ളിയുടെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ശരിക്കും അന്തം വിട്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. 2 കുട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട്, കൊച്ചു കുട്ടികളാത്രേ, അവരുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അതൊന്നും നമുക്ക് പറയാനുള്ള ഇതില്ല. അങ്ങനെ ഇപ്പോഴത്തെ പിള്ളേർ എന്തിനൊക്കെയാണ് അഡിക്റ്റ് ആവുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പാരൻസ് വേണം പ്രത്യേകം ശ്രദ്ധിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെയായിരുന്നു മെയിൻ ടോപ്പിക്കായിട്ടുണ്ടായിരുന്നത്. ഊർമിള ഉണ്ണി മേഡമായിരുന്നു ആദ്യം ഉദ്ഘാടനം ചെയ്തത്. നിലവിളക്ക് കൊളുത്തി. ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും തിരിയൊക്കെ കത്തിച്ചു. ഹരിപ്രശാന്ത് സാറിനെ കാണുമ്പോൾ വില്ലൻ റോളാണല്ലോ ആൾ കൂടുതൽ ചെയ്യാറ്. അതുകൊണ്ട് ശരിക്ക് നല്ല ഹൈറ്റും നല്ല സൈസും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആളുടെ അടുത്ത് പോയി നിന്ന് നമ്മളൊക്കെ ചെറുതായി പോവും തീരെ. അപ്പോൾ ആൽഫിക്കുട്ടന് ഭയങ്കര ഇഷ്ടമായി. ആൽഫിക്കുട്ടൻ്റെ അടുത്തൊന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. എല്ലാവരുമായിട്ട് ആൽഫിക്കുട്ടൻ ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. ആ ഫോട്ടോസൊക്കെ ഇനി ഓരോന്നായിട്ട് പോസ്റ്റ് ചെയ്യാം. ശരിക്കും ഇങ്ങനെ ഒരു അവാർഡ് ആൽഫിക്ക് കിട്ടിയെന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ കാരണം ആൽഫിക്കുട്ടിന് എന്താ പറയുക, ഇങ്ങനെ അവാർഡൊക്കെ കിട്ടുന്നത് ഭയങ്കര സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ എങ്ങനെ തിരഞ്ഞെടുത്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ആൽഫി ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ്, അപ്പോൾ എറണാകുളം ജില്ലയിലുള്ളവരുടെ ആയിരുന്നു ഇപ്രാവശ്യം ഇവിടെ നടത്തിയ പരിപാടി. അപ്പോൾ അതിൽ എറണാകുളം ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുത്തതാണ്. അങ്ങനെ കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ഓരോ കഴിവുകൾ തെളിയിച്ച, ഓരോ മേഖലയിൽ കഴിവുകൾ തെളിയിച്ച ഓരോ കുഞ്ഞുമക്കൾക്കും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വലിയവർക്കും ഉണ്ടായിരുന്നു. ഊർമിള ഉണ്ണി മാഡത്തിന് എൻ്റർപ്രനർ എന്നുള്ളൊരു അവാർഡൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു. മാം എന്തൊരു സ്പ്രേയുടെ ഇത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ പുള്ളിക്കാരി പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ ഓരോരുത്തർക്കും. പിന്നെ ഞങ്ങൾക്ക് മേജർ രവി സാറിനെ കാണാൻ പറ്റിയില്ല, കാരണം പുള്ളിക്ക് വരാൻ പറ്റിയില്ല. എന്തോ ലാസ്റ്റ് മിനിറ്റിൽ എന്തോ വേറെ പ്രോഗ്രാം വന്നിട്ട് ആൾക്ക് പോകേണ്ട വന്നു എന്നും പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യുന്നത് കേട്ടു. അപ്പോൾ ആളെ കാണാൻ പറ്റിയില്ല. അതൊരു സങ്കടമായിട്ടുണ്ടായിരുന്നു. കാരണം ആളെയൊക്കെ കാണണം എന്നൊക്കെ ഒരു ആഗ്രഹമുള്ള ആൾക്കാരാണ് ഇവരെയൊക്കെ. അപ്പോൾ അത് ശരിക്കും മിസ് ചെയ്തു. എന്നാലും നല്ല പരിപാടിയായിരുന്നു. ആൽഫി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഏതൻകുട്ടൻ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. കാരണം ഏതൻകുട്ടന് 2 ഫ്രണ്ട്സിനെ കിട്ടി. അവരുടെ കൂടെ ഓട്ടവും കളിയും ബഹളമായിരുന്നു ആശാൻ. എന്തായാലും അവൻ ആ ഫുൾ ടൈം ഈ പ്രോഗ്രാം തുടങ്ങി തീരുന്നിടം വരെയും ഏതൻകുട്ടൻ കളിയായിരുന്നു. അവസാനം അടുത്തിരുന്നവരൊക്കെ വന്ന് ചോദിച്ചു ഇവൻ എത്ര വയസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട്, എന്താ ആളുടെ പേര് എന്നൊക്കെ ചോദിച്ചിട്ട്, അത്യാവശ്യം കുറുമ്പനാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം കുറേ വട്ടം സ്റ്റേജിലോട്ട് കയറാനൊക്കെ പോയി. അവിടെ നിന്നൊക്കെ വല്ല വിധനെയൊക്കെ പിടിച്ചെടുത്തോണ്ട് വന്നതൊക്കെ. അപ്പോൾ എല്ലാവരുടെയും കൂടെ ആൽഫി ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഓരോ ഫോട്ടോയും ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അടുത്തടുത്ത വീഡിയോസിലായിട്ട്. ഊർമിള ഉണ്ണി മാഡം ആദ്യം പോയി കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട്, കാരണം എന്തോ വേറെ പ്രോഗ്രാം ഉണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആൽഫി മഞ്ജു ആൻറ്റിയുടെ അടുത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. മഞ്ജു ആൻറ്റീനെ പിടിച്ചെടുത്ത് ഇരുത്തിയേക്കുമായിരുന്നു. അപ്പോൾ ഞാനും മമ്മിയൊക്കെ ബാക്കിലായിട്ടായിരുന്നേ. ഞാൻ പിന്നെ ഏതൻകുട്ടൻ്റെയും പുറകെ ഇങ്ങനെ ഓട്ടോ ആയിരുന്നു. അപ്പോൾ ആൽഫി വീൽ ചെയറിലായത് കാരണം ആൽഫിനെ എങ്ങനെ കയറ്റും എന്നുള്ള സംശയത്തിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ അവർ തന്നെ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് പിടിച്ച് കയറ്റാമല്ലോ മുകളിലോട്ട്, 2 പേര് പിടിച്ചാൽ മതിയല്ലോ ബാക്കിൽ നിന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഇതേ കണ്ടോ, ഏതൻകുട്ടൻ അവിടെ ബഹളമാണ്. ഭയങ്കര ഓട്ടവും കളിയും ബഹളമായിരുന്നു. കുറേ വീശിയൊക്കെ വീണു കേട്ടോ. ഞാൻ ഇവിടെ ആകുമ്പോൾ അടങ്ങിയിരിക്കുമല്ലോ എന്നൊക്കെ വെച്ചിട്ട് ട്രൗസറൊക്കെ ഇട്ട് കൊടുത്തത്. സാധാരണ എപ്പോഴും ഞാൻ പാൻറ്റ് ഇടിപ്പിക്കും, കാരണം വീണ് മുട്ടുമുറിയണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനെ അന്ന് പിന്നെ ആൽഫിക്കുട്ടൻ്റെ വീൽ ചെയറിൽ ഇരുത്തി തന്നെ മുകളിലോട്ട് കയറ്റി. അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും മമ്മിയുടെ കണ്ണൊക്കെ നിറഞ്ഞു. ഞങ്ങൾക്ക് പിന്നെ സങ്കടം വന്നാലും നമ്മൾ ചിരിച്ചല്ലേ നിൽക്കത്തുള്ളൂ. നമ്മൾ സങ്കടമൊന്നും കാണിക്കില്ലല്ലോ. നമുക്ക് മാക്സിമം സന്തോഷത്തോടെ ഇരിക്കാനേ ശ്രമിക്കാറുള്ളൂ.
ആൽഫിക്കുട്ടൻ ഇത്രയും തീരെ നടക്കാണ്ടായിട്ട് മമ്മിയൊക്കെ പിന്നെ കാണുന്നത് ഇപ്പോഴാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഡിസംബർ ജനുവരി കഴിഞ്ഞ് പിന്നീടാണ് ആൽഫിക്കുട്ടൻ ഇത്രയും തീരെ നടക്കാണ്ടായത്. ഇതേ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കപ്പിൾസ് മറ്റേ റീൽസൊക്കെ ഇടുന്ന ഇവർക്കും ഉണ്ടായിരുന്നൊരു അവാർഡ്. അപ്പോൾ അവർക്കും അവാർഡ് കിട്ടി. ബെസ്റ്റ് കപ്പിൾസ് അങ്ങനെ എന്തോ ഒരു അവാർഡായിരുന്നു, മീൻസ് റീൽസൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ. ഇവരുടെ റീൽസ് കാണാൻ നല്ല രസമാണ്. ഞങ്ങൾ അവസാനം ഇവരുമായിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് കുറേ നേരം വന്ന് ആൽഫിയോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ആൽഫിക്കും ഭയങ്കര സന്തോഷമായി. ആൽഫി പറഞ്ഞു, ആ ചേച്ചീനെ ആദ്യം കണ്ടത്. അപ്പോൾ ഉടനെ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്, ചേട്ടൻ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ആശാന് മനസ്സിലായി പെട്ടെന്ന്. എന്നിട്ട് പറഞ്ഞു, ആൽഫി കാണാറുണ്ട്, റീൽസൊക്കെ കാണും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുറേ പേർക്കുണ്ടായിരുന്നു കേട്ടോ അവാർഡ്. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ശരിക്കും ഇങ്ങനെയൊക്കെ ഒരു ഫംഗ്ഷൻ നടത്തുന്നത്, ഇങ്ങനെയുള്ളവരെയൊക്കെ ആദരിക്കുന്നത്, ഇങ്ങനെയുള്ളവർക്കൊക്കെ അവാർഡ് കൊടുക്കുന്നത്, ഇതൊക്കെ എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. അപ്പോൾ അടുത്ത വർഷവും നമുക്കിത് കിട്ടാനും കിട്ടാത്തവർക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ഒത്തിരി പേര് മുന്നോട്ട് വരും പല കാര്യങ്ങൾക്കായിട്ട്. ഇപ്പോൾ കുട്ടികളിൽ തന്നെ എത്ര പേർക്കാണെന്നറിയോ കിട്ടിയത്? അത് പല പല കഴിവുകളിലാട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം നമ്മുടെ കുഞ്ഞുമക്കൾ വഴിതെറ്റി പോകാണ്ട് നല്ല കാര്യങ്ങളിലോട്ട് തിരിയാനുള്ളതും ഇതൊരു പ്രചോദനമായിരിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പരിപാടിയൊക്കെ നല്ല അടിപൊളിയായി. ആൽഫിക്കുട്ടൻ ഇടയ്ക്ക് മൂടൊക്കെ ഒന്ന് പോയായിരുന്നേ, കാരണം ആൾക്ക് വിശക്കുന്നുണ്ട്, പാപ്പം വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ചോക്കോസും ബിസ്ക്കറ്റൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തപ്പോൾ അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ആൽഫിയുടെ ഫാൻ ഒരാളുണ്ടായിരുന്നു, പുള്ളി ആൽഫിക്ക് കുറച്ച് സ്നാക്സ് മേടിച്ചുകൊണ്ട് കൊടുത്തു. അപ്പോൾ ആൽഫിയും ഏതൻകുട്ടനും ഒക്കെ അവിടെ ഇരുന്ന് കഴിച്ചു. അങ്ങനെ കുറച്ച് സമയം പോയി. അത് കഴിഞ്ഞ് ആൽഫിയുടെ പേര് എപ്പോഴാണ് വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൽഫി എന്താ വിളിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആൽഫിനെ വിളിക്കും, ആൽഫിക്ക് തരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിച്ചിരുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു കുറേ നേരം. Brave boy, Alfie Niven. Thank you, sir. അടുത്തതായി താരബാല്യം പുരസ്കാരം നൽകാനായി അവാർഡൊക്കെ മേടിച്ച് താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ ആശാന് ഭയങ്കര സന്തോഷമായി. പിന്നെ അമ്മച്ചീനെയൊക്കെ തിരിഞ്ഞ് നോക്കുവാണ്, അമ്മച്ചി കണ്ടോ, അമ്മ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. ആൽഫിക്കുട്ടനും മഞ്ജു ആൻറ്റിയൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്, അടുത്ത ജോസൂട്ടൻ്റെ പേര് വിളിക്കുമോ എന്നൊക്കെ നോക്കിയിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ജോസ് ചേട്ടൻ്റെയും വിളിച്ചു. ആൽഫി ജോസു എന്നാണ് വിളിക്കാറ് ജോസ് ചേട്ടന്. ജോസ് മൂത്തതാണ് ശരിക്കും. അപ്പോൾ ജോസ് സ്പെഷ്യൽ സ്കൂളിലാണ് പഠിക്കുന്നത്. ചേച്ചിയും ആ സ്കൂളിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ചേച്ചി ശരിക്കും ആൽഫിക്കുട്ടൻ്റെ കാര്യത്തിൽ ഒത്തിരി ചേച്ചിക്കും കൈയുണ്ട് കേട്ടോ. ആൽഫിക്കുട്ടൻ ഈ ഉള്ളി പൊളിക്കുന്നതിൽ, വെളുത്തുള്ളി പൊളിക്കുന്നതിൽ, പിന്നെ ആൽഫിക്കുട്ടൻ ഓരോന്ന് ചെയ്യുന്നതിൽ. ഇതാണ് മഞ്ജു ആൻറ്റിയും ആൽഫിക്കുട്ടൻ്റെ ജോസൂട്ടനും. അവർ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചേച്ചി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആൽഫിക്കുട്ടനെ കൊണ്ട് ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ശരിക്കും സമയം പോകുന്നതും അറിയില്ല. ആൽഫിക്ക് പോകാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് ഞങ്ങളുടെ അപ്പ എന്നെ ആൽഫിക്കുട്ടനെയും പിടിച്ചിരുത്തിയിട്ട് ഞങ്ങൾ വിചാരിച്ച ഫോട്ടോയാണെന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടും പോസ് ചെയ്തിരിക്കുവാണ്. പക്ഷേ അപ്പോൾ വീഡിയോ ആയിരുന്നു എടുത്തത്. അത് പിന്നീടാണ് മനസ്സിലായത്. ഞങ്ങൾ ശരിക്കും പോസ് ചെയ്തിരിക്കുക. അപ്പോൾ അപ്പോഴാണ് അറിയുന്നത് വീഡിയോയാണ് എടുത്തതെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ആൽഫിക്കുട്ടൻ്റെ മൊമെൻറ്റോ. പിന്നെ ഇതാണ് ആൽഫിക്കുട്ടനെ കിട്ടിയ സർട്ടിഫിക്കറ്റ്, താരബാല്യ പുരസ്കാരം 2026 എന്നും പറഞ്ഞിട്ട്. എൻ്റെ കയ്യിൽ നിന്ന് പിന്നെയും മേടിച്ച് വെക്കുവാണ് ആൾ, എനിക്ക് പോലും തരാണ്ട്. അപ്പോൾ ഈ അവാർഡ് കിട്ടിയ എല്ലാ മക്കളും എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അപ്പോൾ അവസാനം എല്ലാവരുടെയും കാണിക്കും, എല്ലാ കുഞ്ഞുമക്കളുടെയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തു. എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുക്കാനും എല്ലാവരുടെയും കൂടെ കുറേ നേരമൊക്കെ സംസാരിച്ച്, ഡാനി സാറിനോടൊക്കെ സംസാരിച്ച്, എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച്. ആൽഫിക്കുട്ടൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും ചോദിച്ചു കേട്ടോ. എല്ലാവരും വന്ന് ചോദിച്ചു. എല്ലാവരും ആൽഫിക്കുട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനും നിന്നു. അങ്ങനെ കുറേ ടൈമും കൂടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.